ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ ഭാവത്തിൻ്റെയും അപരിപത്നിയ പിതാക്കന്മാരെയും വന്യ പ്രവാചകന്മാരെയും കോർപ്പിസ്കോപ്പമാരെയും ശ്രേഷ്ഠ വൈദ്യരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടക സംഘങ്ങളെ, ഈ സെമിനാരിയുടെ പ്രിൻസിപ്പൽ, എക്സ് പ്രിൻസിപ്പൽ, സെമിനാരിയിലെ ക്ഷമാശന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഏറ്റപ്പെട്ടവരുടെ എല്ലാവർക്കും ക്രിസ്തുവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരു പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹീതമായ സ്മരണയുടെ തണലിലാണ് നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കലാപകലുഷിതവും ആഭ്യന്തരമായി നിർണായകവും സങ്കീർണവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ ഒരു ദശാസന്ധി മലങ്കര സഭയുടെ നായകത്വം വഹിക്കുവാൻ നിയോഗം ലഭിച്ച ഒരു പുണ്യപിതാവിന്റെ സ്മരണയുടെ തണലിലാണ് നാം ഇരിക്കുന്നത്. ഇത് ഒരു ഓർമ്മയും ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. പരിശുദ്ധ പിതാവിനെ നാം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജ്വലിച്ചു നിന്ന 1000 നന്മകളെ, അതിന്റെ അവദാനങ്ങളെ നാം പാടുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ഈ പിതാവ് ഈ ദിവസങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുന്നത്. പരിശുദ്ധനായ ഉടശ്ശേരിൽ തിരുമേനിയെ നാം അനുസ്മരിക്കുമ്പോൾ തേജോമയനായ മോശ പ്രവാചകനെയാണ് നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. പഴയ നിയമത്തിൽ വിമോചകനായി, ഇസ്രായേലിന്റെ വിമോചകനായി അറിയപ്പെടുന്ന മോശ 1000 പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറുതലിച്ച് പിറുപിറുത്ത് കടന്നു പോകുന്ന ഒരു ജനത്തെ വളരെ സമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് 40 വർഷത്തോളം മരുഭൂമിയിൽ കൂടി പ്രയാണം നടത്തി അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ച ശക്തനായ നേതാവാണ്. ആ മോശയുടെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ വടശ്ശേരി തിരുമേനിക്ക് ഏറ്റവും യോഗ്യമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ എല്ലാ ഇസ്രായേലും കാണുകയും മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെ വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരാളുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാർക്ക് ട്വെയിൻ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. The 2 most important days in your life are the day you are born and the day you find out why. ഒരുവൻ ജനിക്കുന്ന ദിവസവും അതുപോലെ താൻ ജനിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുന്ന ദിവസവുമാണ് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് മാർക്ക് ട്വെയിൻ ഇവിടെ എഴുതുന്നു. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. ഓരോ വർഷവും ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്തിനാണ് നാം ഇങ്ങോട്ട് വന്നത് എന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ജനന ആഘോഷത്തിൽ നാം ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമ്മെ തന്നെ ഒരു ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ വിശ്രമം കൊള്ളുന്ന പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി താൻ ജനിച്ചത് എന്തിന് എന്നതിനെ പറ്റി നിയതമായ ബോധ്യവും ഉൾക്കാഴ്ചയും
ഉണ്ടായിരുന്ന ഒരു പിതാവാണ്. തന്റെ ജനനത്തിന്റെ അർത്ഥം ദൈവം എന്ന് ആഗ്രഹിച്ചു എന്നതിനെ പറ്റി വളരെ ശക്തമായ ഉൾബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പിൽക്കാല ചരിത്രം നമ്മെ ബോധിപ്പിക്കുന്നതാണ്. ഇസ്രായേലിന്റെ പ്രവാചകനായ മോശ, ഇസ്രായേലിന്റെ വിമോചകനായ മോശ യഥാർത്ഥത്തിൽ ഭാരതീയ തത്വചിന്തയിലെ 3 പ്രധാനപ്പെട്ട ധാരകളെ കൂട്ടിയിണക്കി കൊണ്ടുപോയ ഒരു പ്രവാചകനാണ് നമുക്ക് കാണാം. നമ്മുടെ ഭാരതത്തിൽ നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണല്ലോ ത്രിവേണി സംഗമം എന്നുള്ളത്. അലഹാബാദിനടുത്ത് പ്രയാഗിൽ ഗംഗയും യമുനയും സരസ്വതിയും കൂടിച്ചേരുന്ന ആ രംഗവേദിക്കാണ് നാം ത്രിവേണി സംഗമം എന്ന് പറയുന്നു. 3 പ്രധാനപ്പെട്ട ഒഴുക്കുകൾ, പ്രവാഹങ്ങൾ, ധാരകൾ ഒരുമിച്ച് ചേരുന്ന ആ സംഗമം, അതാണ് ത്രിവേണി സംഗമം. പ്രവാചകനായ മോശയുടെ ജീവിതത്തിലും നമ്മുടെ സ്മരണീയനായ പരിശുദ്ധ വടശ്ശേരി തിരുമേനിയുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ത്രിവിധ ധാരകളുടെ ഒരു സമ്മേളനം, ഒരു സംഗമം നാം കണ്ടെത്തുന്നുണ്ട്. ഭക്തിമാർഗവും ജ്ഞാനമാർഗവും കർമ്മമാർഗവും 3 ധാരകളും ഒരേ തരത്തിൽ വളരെ മനോഹരമായ അനുപാതത്തിൽ സംയോജിപ്പിച്ച ഒരു പിതാവാണ് ഈ പരിശുദ്ധനായ വടശ്ശേരി തിരുമേനി എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ഒന്നാമത്തത്, പരിശുദ്ധ പിതാവ് ഭക്തിമാർഗത്തിൽ അദ്വിതീയനായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വട്ടശ്ശേരി തിരുമേനിയെ ഒരു വ്യവഹാര തൽപരനായ, വേറെ ചിലർ പറയുന്നതനുസരിച്ച് ഒരു കോങ്കണനായ, കൈ വിറച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന് വളരെ അപഹാസ്യമായി ചിത്രീകരിക്കുവാൻ ചിലരൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ അസദൃശമായ, അജോപിതമായ പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരുന്നു എന്ന് ഭക്തിമാർഗത്തിൽ ഒരുപക്ഷെ പരിശുദ്ധനായ തിരുമേനിയുടെ ചുവട്ടടികളെ അനുധാവനം ചെയ്ത ശക്തനായ ഒരു പ്രാർത്ഥനാമകനായിരുന്നു എന്ന കാര്യം പലരും വിട്ടുപോകാറുണ്ട്. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് തന്നെ ഈ തിരുമേനിയെ പറ്റി ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ചൈതന്യം ഉള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ള തലത്തിൽ അദ്ദേഹത്തെ കാണുന്നവർ വളരെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏതാണെങ്കിലും വിമോചകനായ മോശ ഹോറേബ് പർവ്വതത്തിൽ വെച്ച് ഞാൻ ഈ ജനത്തിന്റെ അടുത്ത് നിന്റെ പേരെന്താണ് എന്ന് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് മോശയെ തെളിപ്പെടുത്തി അയച്ച ആ ദൈവമാണ് അനേകം കലാപങ്ങളുടെയും സങ്കീർണതയുടെയും മധ്യത്തിൽ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ ജീവിച്ച വട്ടശ്ശേരി തിരുമേനിയുടെയും ശരണശൈലമായി നിലകൊണ്ടത്. വട്ടശ്ശേരി തിരുമേനി ഒരു പ്രാർത്ഥനാ മല്ലനായിരുന്നു എന്ന് ഇവിടെ തന്നെ പല പ്രാവശ്യം ഞാൻ പല പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. 1990 ഇതേ വേദിയിൽ ബോംബെ അങ്കമാലി ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യവാനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ദേഫിലോസ് തിരുമേനി, അദ്ദേഹം കുറെ നാള് വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം ഈ സെമിനാരിയിൽ തന്നെ താമസിച്ചയാളാണ്. ഒരു ബാലനായിട്ടും പിന്നീട് ഷമാശനായിട്ടും തിരുമേനി ശുശ്രൂഷിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം ലഭിച്ചയാളായിരുന്നു ദേഫിലോസ് തിരുമേനി. തിരുമേനി ഈ മദ്ബഹായിൽ നിന്ന് 1990 പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. തിരുമേനി കിടന്ന് ഉറങ്ങിയിരുന്നത് വട്ടശ്ശേരി തിരുമേനി താമസിച്ചിരുന്ന മുറിയുടെ നേരെ താഴത്തെ മുറിയിലാണ്. ഈ 2 റൂമുകളും വേർതിരിച്ചിരുന്നത് പലകയടിച്ച ആ തട്ടുകൊണ്ടാണ്. പലപ്പോഴും രാത്രിയാമങ്ങളിൽ വെള്ളത്തുള്ളികൾ ദേഹത്ത് വീഴുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്ന് ദേഫിലോസ് തിരുമേനി പറയുന്നു. ഒരു ദിവസം ഇതിന്റെ കാരണമെന്ന് അന്വേഷിച്ച് മുകളിലത്തെ നിലയിൽ ചെന്നപ്പോൾ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന വട്ടശ്ശേരി തിരുമേനിയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണുനീർ തുള്ളികളാണ്
ഈ പലകയ്ക്കിടയിലുള്ള വിടവിലൂടെ താഴത്തെ നിലയിലൂടെ ഒലിച്ചിറങ്ങി വന്നത് എന്ന് തെയോഫിലോസ് തിരുമേനി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. തെയോഫിലോസ് തിരുമേനി പറഞ്ഞത് മാത്രമല്ല, പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ വധിക്കുവാനായി ചില തൽപര കക്ഷികൾ ചില ഗുണ്ടകൾക്ക് പണം നൽകിയുടെ അയച്ചപ്പോൾ ഗോവണി വെച്ച് ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി അദ്ദേഹത്തെ കൊല്ലാനായി പരിശ്രമിക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ വളരെ ശക്തമായി കരഞ്ഞു വിലപിച്ചു പ്രാർത്ഥിക്കുന്ന ഈ പിതാവിനെ കണ്ട് അവരുടെ മനമുരുകി തിരിച്ചു പോയതായിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം, ഈ വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന യാമ പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, അദ്ദേഹം മരണശൈലിയായിരിക്കുമ്പോൾ നാം എടുക്കാൻ മേലാതെ കുറെ ദിവസങ്ങൾ കിടന്നു. അപ്പോഴും യാമപ്രാർത്ഥനയുടെ സമയത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് വലിയ ബാബാ തിരുമേനി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ഖബറടക്ക ശുശ്രൂഷകളിൽ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്. വാത്സല്യമുള്ളവരെ, പ്രാർത്ഥനയായിരുന്നു ഈ പരിശുദ്ധന്റെ ഏറ്റവും വലിയ ശക്തി. പ്രാർത്ഥന തന്നെ പ്രകടനപരതയില്ലാതെ, ഡെമോൺസ്ട്രേഷൻ ഇല്ലാതെ നടത്തണമെന്ന് നിർബന്ധമുള്ള ഒരു പിതാവായിരുന്നു ഇത്. നാലുപേരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഒരു അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഈ സെമിനാരി ചാപ്പലിൽ കുർബാന അർപ്പിക്കാനായിട്ട് ഒരു അച്ഛൻ വന്നു. വന്നപ്പോൾ ഇവിടെ രാവിലെ പ്രഭാത നമസ്കാരം തുടങ്ങിയ ഉടൻ തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ കൈകുത്തി അച്ഛൻ അകത്ത് പോയി തുയോബോ പ്രാർത്ഥന നടത്താനായി തുയോബോ ശുശ്രൂഷയ്ക്ക് കയറിപ്പോയി. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്താണ് പ്രഭാത നമസ്കാരം പരിശുദ്ധ തിരുമേനി തീർത്തത്. പ്രഭാത നമസ്കാരവും കഴിഞ്ഞ് ഈ ചാപ്പലിനെ അകത്ത് മദ്ബഹായിൽ ചെന്നപ്പോഴും ഈ അച്ഛൻ കാസായി വിലാസായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉടനെ പരിശുദ്ധ പിതാവിന് കോപം ജ്വലിച്ചിട്ട് വിറച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈക്കടോ താഴെ എന്നാണ്. കാസായി വിലാസായി താത്തു വെച്ചു കൊടുക്കുക. തുയോബ പ്രാർത്ഥനയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ അച്ഛനെ ശാസിച്ചതായി ഞാൻ വായിച്ചു. സാധാരണ ഒരു തുയോബ പ്രാർത്ഥന അതുവരെ ചൊല്ലാനായിട്ട് ഏതാണ്ട് അരമണിക്കൂറൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഈ മലയാളത്തെ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹം കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഈ അച്ഛൻ കൂടുതൽ സമയമെടുത്തു എന്നാണ് അതിന്റെ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. ഏതാണെങ്കിലും ഇങ്ങനെ ഈ ഭക്തിയുടെ പ്രകടനപരത, ഡെമോൺസ്ട്രേഷൻ അല്പം പോലും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു പരിശുദ്ധനായ തിരുമേനി എന്നുള്ള കാര്യം നാം വളരെയധികം ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വേദപുസ്തകത്തിൽ നിന്ന് കുറഞ്ഞത് 4 അധ്യായമെങ്കിലും ഒരു ദിവസം അദ്ദേഹം വായിച്ചു കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്ത സെക്രട്ടറി ആയിരുന്ന മണലിൽ യാക്കോബ് കത്തനാരുടെ ജോലിയായിരുന്നു 4 അധ്യായങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളത്. കൂടാതെ അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക പ്രാർത്ഥനകളും വ്രതങ്ങളും നോമ്പുകളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടും അറിയുന്നുണ്ട്. മശിഹാനുകരണം തോമസ് അക്കംബീസ് എഴുതിയ ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം അദ്ദേഹം മുടങ്ങാതെ വായിക്കുമായിരുന്നു. C.F. ആൻഡ്രൂസ് അദ്ദേഹത്തെ 2 പ്രാവശ്യം ഈ സെമിനാരിയിൽ ഒന്ന് സന്ദർശിച്ചുകൊണ്ട് 2 പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് സുറിയാനി ഭാഷയിൽ പറഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ തലയിൽ C.F. ആൻഡ്രൂസിന്റെ തലയിൽ പരിശുദ്ധ തിരുമേനിയെ കൈവച്ച് അനുഗ്രഹിച്ചു എന്നും ചരിത്രത്തിൽ നാം വായിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അനുഭവമായ ശൈലി, പ്രാർത്ഥനയുടെ ഒരു നൈരന്തര്യം, ആർക്കും പിടികിട്ടാത്ത ഒരു പ്രാർത്ഥന ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പലരും വിസ്മരിച്ചു പോകുന്നതാണ് നമുക്ക് ഈ കാലത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. ഈ ലോകത്തിന്റെ ഇന്നത്തെ സൈബർ ലോകത്തിന്റെ മാസ്മരികതയിൽ അഭിനയിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഈ പ്രാർത്ഥനയുടെ ഇത്തരത്തിലുള്ള ശൈലിയെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണെങ്കിലും ഈ ഖബറിലുടങ്ങുന്ന പരിശുദ്ധൻ എന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1992
1990 ഞാൻ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന കാലം, 2ാം വർഷ വിദ്യാർത്ഥിയായ എന്നെ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ അന്നത്തെ അസംബ്ലിയിലേക്ക് യുവജന പ്രതിനിധിയായിട്ട് പോകുവാൻ ഇവിടുത്തെ പിതാക്കന്മാർ നിശ്ചയിച്ചു. 1990 ജൂൺ മാസത്തിലാണ് അവിടെ പോകേണ്ടത്. അന്ന് പാസ്പോർട്ട് പോലും ഇല്ലായിരുന്ന ഞാൻ ഇതൊക്കെ എടുത്ത് പോകാനൊക്കെ ഒരുങ്ങി. ആദ്യത്തെ വിദേശയാത്രയാണ്. പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് എഴുത്തു വന്നത്, $200 കയ്യിൽ കരുതിയിരിക്കണം. ഇൻസിഡന്റൽ എക്സ്പെൻസസിനായിട്ട് $200 എങ്കിലും കയ്യിലുണ്ടായിരിക്കണം എന്നാണ് അവിടെ നിന്ന് എഴുത്തു വന്നത്. ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, പോകാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സെമിനാരിയിലുള്ള ഫീസ് തന്നെ വീട്ടിൽ നിന്ന് തരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പൊ പിന്നെ അന്ന് ഒരു 6000 രൂപയോളം വില വരുന്ന $200 ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് ഈ യാത്ര മിക്കവാറും നടക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നെത്തി. ആ സമയം ഇവിടെ സെമിനാരി അവധിയുള്ള സമയമാണ്. ഞാൻ ഇവിടെ ചേർന്ന് നിൽക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഈ വിസയ്ക്ക് ആവശ്യമുള്ള പേപ്പറുമായിട്ട് ഈ കവറിങ്ങിൽ വന്ന് കുറെ സമയം പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പോകണമെങ്കിൽ $1 തരണം എന്നായിരുന്നു എന്റെ ആവശ്യം. ഞാൻ ഇവിടെ മുൻകൂട്ടി പലരും പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഈ വഴി മുന്നോട്ട് ചെല്ലുമ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കൊടുത്ത ഒരാൾ നിൽപ്പുണ്ട്. ഇവിടെ പലപ്പോഴും വരുന്ന ഒരാളാണ്, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹം എന്നെ കണ്ടിച്ച് പറഞ്ഞു, ഇങ്ങനെ പോവാണെന്നൊക്കെ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാണ്. അതിന് ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു $100 എടുത്ത് കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു $100 ഇവിടെ സെമിനാരി കിട്ടിയത് ഒരു വലിയ കാര്യമാണെന്നൊന്നും അല്ല. പക്ഷേ എനിക്ക് ആവശ്യം $1 ആണെന്ന് തന്നെ ഈ തിരുമേനിക്ക് അറിയാമായി. അതുകൊണ്ട് $1 തന്നെ ഈ ചാപ്പലിന് മുമ്പ് വെച്ചത് കിട്ടണം, തരണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ മധ്യസ്ഥതയുടെ ഒരു വളരെ ശക്തമായ ഇടപെടലായി ഞാൻ മനസ്സിലാക്കുകയാണ്. മത്സരമുള്ളവരെ, ഈ പരിശുദ്ധന്റെ മധ്യസ്ഥത അനേകർക്ക് ജീവിതത്തിൽ പലതരം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വാരി വിതറിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ നിർച്ചരി, മുടങ്ങാത്ത പ്രാർത്ഥനയുടെ, അന്യൂനവും അനിശ്ചിതവുമായ പ്രാർത്ഥനയുടെ വലിയ ഒരു മല്ലനായിരുന്നു അദ്ദേഹം എന്നാണ് ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ പറയട്ടെ. ഈ പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ലളിതമായി ഒരു സന്യാസിയുടെ ഒതുക്കത്തോടെ ജീവിച്ച മനുഷ്യനാണ് പരിശുദ്ധ തിരുമേനി. അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് മരണം വരെയും കാറില്ലായിരുന്നു എന്നാണ്. സമുദായ കേസിൽ ജയിച്ചപ്പോൾ കുറെ ആളുകൾ എല്ലാവരും പറഞ്ഞു, തിരുമേനിക്ക് ഒരു കാർ വേണം, അത് ഞങ്ങൾ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് ആവശ്യമില്ല. കാരണം അങ്ങനെ വന്നാൽ എന്റെ പ്രതിയോഗികൾക്ക് അതേപ്പറ്റി കൂടുതൽ കുറ്റം പറയാനും കൂടാതെ സഭയ്ക്ക് അധിക ബാധ്യത ഉണ്ടാക്കുവാനും ഇടയാകും. അതുകൊണ്ട് എനിക്ക് കാർ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നിരസിച്ചതായി വായിച്ചു. അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം വരുമ്പോ ഈ മോഡിശ്ശേരിയിൽ ശ്രീ M.O. തോമസ് വക്കീലിന്റെ കാറാണ് തിരുമേനി ഉപയോഗിച്ചിരുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥനയുടെ ആ ചൈതന്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകമാനം സ്പർശിച്ചിരുന്നു. ഭക്തിമാർഗത്തിലൂടെ, പ്രാർത്ഥനയുടെ, നോമ്പിന്റെ വ്രതാനുഷ്ഠാനങ്ങളുടെ ആ ജീവിതചര്യയിലൂടെ ഒരു അതുല്യമായ അധ്യായം ഈ സഭയിൽ എഴുതി ചേർത്ത ആളാണ് പരിശുദ്ധനായ തിരുമേനി. ഇതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധനായ തിരുമേനി ജ്ഞാനമാർഗം ശരിയായി ഉപയോഗിച്ച ആളാണ് എന്നുള്ളതാണ്. ഭാരതീയ ചിന്തയിൽ നാം എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു മാർഗമാണ് ജ്ഞാനത്തിന്റെ മാർഗം. അത് കോരി നിറയ്ക്കുന്ന അറിവല്ല, ദൈവാഭിമുഖമായ വളർച്ചയിലൂടെ ഊറി ഇറങ്ങുന്ന അറിവാണ്. അത് ജീവിതത്തിൽ നന്നായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത മനുഷ്യനാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. മറുതലിക്കുന്നവരും പിറുപിറുക്കുന്നവരുമായ ഒരു ജനത്തെ നയിക്കുവാനുള്ള ആത്മജ്ഞാനം അദ്ദേഹത്തിന് കിട്ടിയത് ഈ പറഞ്ഞ ഒരു ശക്തമായ
പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നാണ്. ഒരു ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം, 40 വർഷം ധിക്കാരികളായ മനുഷ്യനെ നയിക്കുവാനുള്ള ജ്ഞാനം മോശയ്ക്ക് ലഭിച്ചതുപോലെ മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മിസ്രയീമിലെ എല്ലാ ജ്ഞാനവും ലഭിച്ച ആളായിരുന്നു എന്നാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് ഉത്ഭൂതമായ ശക്തിയിലാണ് അദ്ദേഹം ജനത്തെ നയിച്ചത്. എന്നാൽ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രം ലഭ്യമായിരുന്ന ഒരു പാവപ്പെട്ട പിതാവായിരുന്നു. ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പിതാവ് ഇത്ര ശക്തമായ ഒരു സഭയെ നയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ജ്ഞാനം എത്ര അപാരമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1934 വരെ 26 വർഷത്തോളം ഈ സഭയുടെ അമരക്കാരനായിരുന്ന ശക്തനായ മാനവിയായിരുന്ന ഈ സഭയെ നയിക്കുവാനുള്ള കാരണം അദ്ദേഹത്തിന് ദൈവം നൽകിയ ജ്ഞാനമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുൻഗാമിയായ പുലിക്കോട്ടിൽ തിരുമേനിയുടെ അത്രയും നയചാതുര്യമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ശരിയായിട്ടും ആത്മാക്കളെ വിവേചിക്കുവാനും ശരിയായി ഈ സഭയെ മുന്നോട്ട് നയിക്കുവാനുമുള്ള ജ്ഞാനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്നു. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണല്ലോ സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ഒരു പിതാവ് സഭയുടെ വേദ ശാസ്ത്ര രംഗത്തെ ആദ്യത്തെ കാൽവെപ്പ് നടത്തുന്നത് മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ സഭയുടെ ചരിത്രം, സഭയുടെ കാനോനുകൾ, സഭയുടെ വേദവിജ്ഞാനികൾ ഇതെല്ലാം നന്നായി അരച്ച് കലക്കി ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് മതോപദേശ സാരം. ആ നിലയിൽ അദ്ദേഹം അപാരമായി ജ്ഞാനമുള്ളയാളായിരുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പരിമല സെമിനാരിയുടെ മാനേജറായിട്ട് 3 പതിറ്റാണ്ട് സേവനം ചെയ്തു. ഇതിലേറെ പ്രസക്തമായ ഒരു വിഷയം, മലങ്കര സഭയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്ന കാതോലിക്കത്തിന്റെ സ്ഥാപനത്തിൽ അദ്ദേഹം വഹിച്ച നിർണായകമായ പങ്കാണ്. ഒരുപക്ഷെ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ ഈ സഭയിൽ വീണ്ടും അന്ത്യോക്യയുടെ അധീശത്വത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു അടിമ സഭയായി നിലനിൽക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹം ഈ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഊർജം അവിടെയാണ്. ഈ സഭയ്ക്ക് എക്കാലവും അഭിമാനിക്കുവാൻ തക്കവണ്ണം 1934 മനോഹരമായ ഒരു ഭരണഘടന സഭയ്ക്ക് വേണ്ടി എഴുതിയുണ്ടാക്കി. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ആ ഭരണഘടനയെ വളരെ ശ്ലാഘിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക ഹൈറാർക്കിയിൽ കാണുന്ന നന്മകളും ആംഗ്ലിക്കൻ വിശ്വാസത്തിൽ പാരമ്പര്യത്തിൽ കാണുന്ന ജനാധിപത്യത്തിന്റെ നന്മകളും ഒരേ തരത്തിൽ എപ്പിസ്കോപ്പസിയും ഡെമോക്രസിയും ഒരേ തരത്തിൽ ചാലിച്ചുണ്ടാക്കിയ മനോഹരമായ ഒരു ഭരണഘടന സഭയുണ്ടായി. A system that is governed by a democracy that is governed by matured episcopacy. ശക്തമായ ഒരു എപ്പിസ്കോപ്പസി ഡെമോക്രസിയെ നയിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന എപ്പിസ്കോപ്പസി. അത്തരത്തിൽ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ സുറിയാനി പാഠപുസ്തകം 1-ാം ഭാഗം 1903 വിശുദ്ധ കുർബാന ക്രമം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ പ്രധാനപ്പെട്ട ചില രചനരേഖകളാണ്. ഇങ്ങനെ പൂർവ്വ മാതൃകകളൊന്നുമില്ലാതെ ഈ സഭയിൽ ഇങ്ങനെ ആരാധനാ സാഹിത്യത്തിൽ അതുപോലെ വേദവിജ്ഞാനത്തിൽ കൈവയ്ക്കുവാൻ തക്കവണ്ണം ശക്തമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായി. ഒരു സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന തിരുമേനി നവീകരണക്കാർക്കെതിരെ ശക്തമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. ആശയപരമായ പ്രചാരണം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ സഭയിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അന്ത്യോക്യയിലെ പാത്രീസ് വന്നേച്ച് വലിയ കോലാഹലങ്ങളും കോളികളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയതേ ഉള്ളൂ. നമ്മൾ അതേപറ്റി കുറെയൊക്കെ കുണ്ഠിതത്തോടെ കുറെയൊക്കെ ആശങ്കയോടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധനായ തിരുമേനി ഇത്തരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. We need to have an internal strengthening of the church. ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് ബാഹ്യമായ ഒത്തിരി ഡെമോൺസ്ട്രേഷൻസോ ശക്തി പ്രകടനങ്ങളോ ഭക്തി പ്രകടനങ്ങളോ ഒന്നുമല്ല. ഇന്ന് ആവശ്യമായിരിക്കുന്നത് സഭയ്ക്ക് ആഭ്യന്തരമായ ഒരു ശക്തീകരണമാണ്. സഭയെ അതിന്റെ ഉള്ളിൽ നിന്ന് ശക്തീകരിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകും. നവീകരണത്തിന്റെ ശക്തമായ കൊടുങ്കാറ്റടിച്ചപ്പോഴും പരിശുദ്ധനായ വട്ടശ്ശേരി
സഭയിൽ അന്ന് കോപുരച്ചനെ പോലെയുള്ള പ്രതിഭാശാലികൾ തർക്കവിശാരദന്മാരെയൊക്കെ അടിച്ചിരുത്തി അവർക്ക് കൊടുക്കേണ്ട മറുപടി ചുട്ട മറുപടി കൊടുത്ത് നമ്മുടെ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു പോയ പിതാവാണ്. ആ പാത പിന്തുടരുവാനാണ് ഈ നൂറ്റാണ്ടിലെ നാം പരിശ്രമിക്കേണ്ടത്. പുറത്തുനിന്ന് വരുന്ന ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നാം ഒരുപക്ഷെ കണ്ണടച്ച് വിട്ടേക്കുക, അത് എന്തുവേണമെങ്കിലും സംഭവിക്കട്ടെ എന്ന തരത്തിൽ സഭയെ ഇന്റർണലി ആഭ്യന്തരമായി ശക്തിപ്പെടുത്തുവാനുള്ള ശക്തമായ ഒരു ആഹ്വാനം ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ബുദ്ധിശക്തിയും ഒന്നും എല്ലാവരും പറയാൻ ഇവിടെ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കോടതിയിൽ വെച്ച് വക്കീലൊരിക്കൽ പറഞ്ഞു, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് ഉത്തരം പറയണം. ഉടനെ തിരുമേനി പറഞ്ഞു, എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങനെ യെസ് ഓർ നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്, തന്റെ അമ്മയുടെ വട്ടി ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? യെസ് എന്ന് പറയുമോ അതോ നോ എന്ന് പറയുമോ? തന്റെ അമ്മയുടെ വട്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയുമോ നോ എന്ന് പറയുമോ എന്ന് ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും യെസ് എന്നും നോ എന്നും മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ വരെ പ്രഗത്ഭരായ വക്കീലന്മാരെ വരെ അടിച്ചിരുത്തിയ തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവ്വതയും ഒന്നും പറയാൻ പറ്റിയതിനെ പറ്റി. ഒരു കോടതിയിൽ അദ്ദേഹം കൈ പറക്കുന്നു, താങ്കൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വക്കീൽ പറഞ്ഞു, ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവുമായിട്ട് താങ്കളുടെ അടുത്ത് വരികയാണ്, ആ ഗ്ലാസ് എടുത്തുകൊണ്ട് 20 അടി മുന്നോട്ട് കൈ പറക്കാതെ പോകാമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോടതിയിലേക്ക് വന്നത് ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുപോകാനല്ല, ഞാൻ വന്നത് സാക്ഷി വിസ്താരത്തിൽ മൊഴി പറയാനാണ് എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ ശക്തമായ പാണ്ഡിത്യത്തിന്റെയും ബുദ്ധിപൂർവ്വതയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ചില പോയിന്റായിട്ട് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ചെറിയ പടത്തിൽ മൽപ്പാനച്ചനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മൽപ്പാനച്ച, താങ്കളെ ഞാൻ നിയമിക്കുന്നത് പ്രത്യേക കാര്യത്തിനാണ്. ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ വരണം, ഞാൻ ആരോട് സംസാരിച്ചാലും എന്റെ കൂടെ ഇരിക്കണം, എന്നിട്ട് ഞാൻ വല്ല അബദ്ധവും പറയുന്നുണ്ടെങ്കിൽ രാത്രി വൈകിട്ട് എന്റെ മുറിയിൽ വന്ന് പറയണം. ഇത് ആദ്യമേ ചെറുപടത്തിൽ മൽപ്പാനത്തിന് വലിയ പ്രയാസമായിരുന്നു പറയും. ഇത്രയും വലിയ വേദശാസ്ത്ര പാരമ്പര്യനായ, ഇത്രയും വലിയ വംശീശ്വരനായ ഒരു മനുഷ്യന്റെ അടുത്തിയെന്ന് താങ്കൾ ഇന്ത്യയിൽ തെറ്റിന്ന് ചെയ്തു എന്ന് പറയാൻ ഒരുവിധപ്പെട്ടവർക്കാർക്കും സാധ്യമല്ല. അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുമായിരുന്നു എന്നാ പറയുന്നത്. ശരിയായ ഒരു മഹർഷിക്കും ശരിയായ ഒരു പണ്ഡിതനും മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന ശിഷ്യനെ നോക്കിയാൽ അറിയാം, പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബ തിരുമേനി, പാമ്പാടി തിരുമേനി, അതുപോലെ പുത്തൻകാവിൽ തിരുമേനി, ഈ സഭയിൽ നിന്ന് വിട്ടുപോയ യുഗപ്രഭാവനായ ഇവരൊക്കെ അവരെയൊക്കെ കണ്ടെത്തി ശക്തമായ പ്രോത്സാഹനം നൽകി വളർത്തിയെടുക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള കാര്യം ആ പാണ്ഡിത്യത്തിന്റെ ചില കിരണങ്ങളായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. ആ ഭാഗം വിടുന്നു. മൂന്നാമത് ഈ കർമ്മമാർഗമാണല്ലോ. ഞാൻ ഭക്തിമാർഗവും ജ്ഞാനമാർഗവും പറഞ്ഞു. കർമ്മമാർഗത്തിൽ അദ്ദേഹം അദ്വിതീയനായി. സഹനങ്ങളുടെ പാതയിലാണ് അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. സഹനത്തിലൂടെ ഒരു പുതിയ ഗാഥ അദ്ദേഹം രചിക്കുകയായി. അതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിൽ അദ്ദേഹം നടന്നു. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ശക്തമായ ചില വരികൾ ഇങ്ങനെയാണ്: Two roads diverged in the wood, and I took the one less traveled by, and that has made all the difference. ഒരു വനത്തിൽ വെച്ച് പാത രണ്ടായിട്ട് തിരിയുകയാണ്. എങ്ങോട്ട് പോകണം എന്ന് ചിന്തിച്ചപ്പോൾ അധികമായി നടക്കാത്ത പാതയിൽ പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ജീവിതത്തിലെ പ്രധാന വ്യത്യസ്തതയായി ഞാൻ കാണുന്നത് എന്ന് ഫ്രോസ്റ്റ് പറയുന്നു. ഇവിടെ പരിശുദ്ധനായ വടശ്ശേരി തിരുമേനിക്ക് ആരും കൊണ്ടുകൊടുത്ത സഹനങ്ങളല്ല, അദ്ദേഹം ഏറ്റുവാങ്ങിയ സഹനങ്ങളാണ്. സഭയ്ക്ക് വേണ്ടി സമർത്ഥമായി സമരം ചെയ്യുവാനും ചെറുത്തുനിൽപ്പിലൂടെ ഈ സഭയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാനും അതിലൂടെ അതിന്റെ ഉപോൽപ്പന്നമായി ഉണ്ടായി വന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സഹിക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. അനീതിയോട് സന്ധി ചെയ്യാതെ ജീവിക്കുന്ന ഒരു ജീവിതം. ആരെങ്കിലും അനീതി പറഞ്ഞാൽ, അന്യായം പറഞ്ഞാൽ അത് കേട്ട് തലകുലുക്കി പോരുന്ന രീതി ആയിരുന്നില്ല. അതിനോട് ശക്തമായി ആരോഗ്യകരമായി പ്രതികരിക്കുന്ന ഒരു ജീവിതമായി. അതാണ് നമ്മൾ ചൊല്ലുന്നത്, ദുർഘടമാർഗം കാക്ഷിച്ച ദുഷ്ടാത്മാവോട് പടവെട്ടി. അതാണ്
തിരുമേനി യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മമാർഗം. ദുഷ്ടാത്മാവോട് പടവെട്ടി ദുർഘട മാർഗത്തിൽ സഞ്ചരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ മഹാഭാരത യുദ്ധത്തിൽ പറയുന്നത് പോലെ ഡിസ്ഇൻട്രസ്റ്റഡ് ആക്ഷൻ, നിഷ്കാമ കർമ്മം. പ്രതിഫലം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ആകുമെന്നോ ഒന്നും ചിന്തിക്കാതെ അവനെ ഏൽപ്പിച്ച കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുന്ന ആ ഒരു പിതാവിനെയാണ് നാം കണ്ടെത്തുന്നത്. അനീതിയോടും അവ്യവസ്ഥിതിയോടും തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അന്ത്യോക്യ പാത്രികേയന്മാരുടെ അഹങ്കാരവും അധികാരഭ്രമവും അദ്ദേഹം വകവെച്ചു കൊടുത്തില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ അന്ത്യോക്യ പാത്രികേയന്മാര് ഇവിടോട്ട് വരുമ്പോ നമ്മുടെ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് പോലെ നമ്മുടെ ജനമെല്ലാം പുറകെ കൂടുകയാണ്. എന്നാൽ അവര് ഈ ചരിത്രവേദിയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന അബദ്ധങ്ങൾ, ഒത്തിരിയേറെ മണ്ടത്തരങ്ങൾ ഞാനിവിടെ എല്ലാം വിവരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹം വന്നപ്പോ മാരാമൺ കൺവെൻഷനിൽ പോയല്ലോ. മാരാമൺ കൺവെൻഷനിൽ പോയപ്പോ എനിക്ക് തോന്നിയ ഒരു വളരെ ശക്തമായ ചിന്തയാണ്. ഒരു 1.25 നൂറ്റാണ്ട് മുമ്പ്, ഒരു 140 വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു മുൻഗാമി ഇവിടെ വന്നിരുന്നു. പരിശുദ്ധനായ പുതുക്കോട്ടിൽ തിരുമേനിയുടെ അഭ്യർത്ഥനയും ക്ഷണവും അനുസരിച്ച് 500 പവൻ വഴിച്ചെലവിന് അങ്ങോട്ട് അയച്ചു കൊടുത്ത ഇങ്ങോട്ട് വന്ന പത്രോസ് പാത്രികീസ് അദ്ദേഹം ഇവിടെ വന്ന് മുടന്തുരുത്തിയിൽ സുബ്രതോസ് കൂടിയിട്ട് അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിൽ ചെയ്ത കാര്യം ഞാനിവിടെ വായിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ ആൾ വന്നപ്പോൾ ഇത് വായിച്ച് കേട്ട് കാണുകയില്ല. ഏതാണെങ്കിൽ ഞാനിവിടെ വായിക്കുകയാണ്. നമ്മുടെ ജനത്തിൽ പാതിയിലധികം പേരെ പിടിച്ച് പാപ്പാമതക്കാർ നമ്മുടെ ജനത്തിൽ പാതിയിലധികം പേരെ പിടിച്ച് കല്ലേരാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ ചെറുപ്പം മുതൽ നിങ്ങളുടെ ദുഃഖം നാം കേട്ടിരിക്കുന്നു. ബെലയാർ സിംഹാസനത്തിൽ വന്നപ്പോൾ നാം അവനെ പരിശോധിച്ചു. അവൻ ഉപായമുള്ളവനും നമുക്കുള്ള വിശ്വാസത്തിന്റെ വിപരീതമാകുന്നു എന്ന് നമുക്ക് കാണപ്പെട്ടു. വഴിദൂരം കൊണ്ടും മോശയിൽ നിന്ന് അവന്റെ കൂടെ വന്നിരുന്ന ചില ഉപായികൾ ഏലിയാസ് മാതൃകീസ്താവായി വഞ്ചിക്കൊണ്ടും ഞാൻ കശീശയാകുന്നു എന്ന് ഇവൻ ഏറ്റുപറഞ്ഞതുകൊണ്ടും അവനെ ബെത്രാനായി പട്ടം കെട്ടി. പൂർവ്വ സുറിയാനിക്കാരുടെ വിശ്വാസത്തെ അവൻ വ്യത്യാസപ്പെടുത്തുകയില്ലെന്ന് സത്യത്തോടുകൂടി വാഗ്ദാനം ചെയ്തു. എന്നാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ മലയാള ഭാഷയിൽ അപ്രകാരം ഒരു എഴുത്തെഴുതി മുദ്ര വെച്ചു. ആയുധം നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യം വരുമ്പോൾ നാം നിങ്ങളെ കാണിക്കാം. ഇത് എഴുതി ആരെയൊക്കെ അറിയാമോ? പെലയാർ എന്ന് പറഞ്ഞാൽ പിശാചെന്നാണ്. പിശാചെന്നും അവനെന്നും പറഞ്ഞ് മുടക്കി മഹ്റോനിൽ നിർത്തിയിരിക്കുന്ന ആരെയൊക്കെ അറിയാമോ? മാർത്തോമാ സഭയുടെ ഒന്നാമത്തെ നേതാവായി ഉയർന്നു വന്ന മാത്യൂസ് മാർ അഥാനാസ്യോസിനെയാണ്. ആ പിതാവ് പത്രോസ് പാത്രികീസ് പിശാചിനെ വിളിച്ച് തള്ളിക്കളഞ്ഞവന്റെ മീറ്റിംഗിനാണ് ഇപ്പൊ വന്ന ആൾ പോയത്. ഞാൻ ഓർക്കുകയായിരുന്നു, കേരളത്തിലെ മുഴുവൻ എപ്പിസ്കോപ്പൽ സഭകളുടെയും നേതാക്കന്മാരെല്ലാം നിരന്നിരുന്ന ഒരു സദസ്സ്. യഥാർത്ഥത്തിൽ ലജ്ജയിലെ ഒരു 140 വർഷം മുമ്പ് മഹ്റോനിൽ ഇവനെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയി എല്ലാവരും സുഹൃത്തുക്കളാവുകയാണ്. എന്തിനാണെന്നറിയാമോ? സഹോദരങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി. എലിയെ പേടിച്ച് ഇല്ലൻ തുടർന്ന ഇടപാടാണ്. അതുകൊണ്ട് ഇങ്ങനെ യാതൊരു വകതിരിവുമില്ലാതെ അവസരവാദപരമായി ഈ മലങ്കരയിൽ ഇടപെട്ടിരുന്ന പാത്രിയർക്കീസന്മാരുടെ അഹങ്കാരത്തിനും അധികാര പ്രവണതയ്ക്കും എതിരെ ശക്തമായ നിലപാടുകളാണ് പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനി എടുത്തിരുന്നത് എന്ന് നാം ഓർക്കണം. സ്വന്തം മാതാവ് അപകടത്തിൽ എന്ന് കണ്ട ക്ഷണത്തിൽ അദ്ദേഹം മുമ്പിൽ നോക്കാതെ അടർക്കടത്തിൽ ചാടി പോരാട്ടം നടത്തി. തന്നോടുകൂടെ ഇറങ്ങുന്നതിനോ സഹായിക്കുന്നതിനോ ആരോടും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, ആരെയും പ്രേരിപ്പിച്ചില്ല. അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു മെത്രാപ്പൊലീത്തായ ദൈവം നിയോഗിച്ചില്ലായിരുന്നു എങ്കിൽ മലങ്കര സഭ ഇന്ന് അറബികളുടെ പൂരപ്പറമ്പ് പോലെ അവശേഷിക്കുമായിരുന്നു എന്ന് മല്ലശ്ശേരി കരിമരത്തിൽ ഫാദർ കെ.കെ. ഗീവർഗീസ് എഴുതിയിരിക്കുന്നു. വത്സലമുള്ളവരെ, ഈ പരിശുദ്ധ പിതാവ് യാതൊരു ഭീതിയും കൂടാതെ, തികച്ചും വിഭീഷണത്വത്തോടെ, യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും കൂടാതെ, ആരും ചോദ്യം ചെയ്യാത്ത അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കർമ്മബഹുലതയുടെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാതയാണ് നമുക്ക് പിന്തുടരേണ്ടത്. ഈ പരിശുദ്ധ പിതാവ് സഹനങ്ങളുടെ പാതയിലാണ് പോയത്.
എല്ലാം സഹിക്കുകയും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ കർമ്മമാർഗം അദ്ദേഹം മാറ്റിയിരുന്നു. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ രാജധർമ്മം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷിതിരുഹം ഉരുതാപം മൗലി കൊണ്ട് ഏറ്റെടുക്കുന്നു, ശ്രുതജന പരിതാപം ഛായ കൊണ്ട് ആറ്റിടുന്നു. വൃക്ഷങ്ങൾ ചെയ്യുന്ന എന്താണ്? വൃക്ഷങ്ങൾ അതികഠിനമായ ചൂട് തന്റെ മൗലിയിൽ ഏൽക്കുന്നു. എന്നിട്ട് താഴെ നിൽക്കുന്ന ജനത്തിന് അവരുടെ പരിതാപം തീർക്കുന്നു, അവരുടെ താപം അകറ്റി കൊടുക്കുന്നു, തണൽ കൊടുക്കുന്നു. ഇതാണ് രാജധർമ്മം എന്ന ശാകുന്തളത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പരിശുദ്ധനായ തിരുമേനി ചെയ്തത്. സ്വയമായി ബലിയായി തീർന്നുകൊണ്ട്, സ്വയമായി 1000 പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വേദനകളിലും അകപ്പെട്ടുകൊണ്ട് പിറകെ വന്ന ജനത്തിന് ആശ്വാസവും തണലും കൊടുത്തു എന്നുള്ളത് നാം മറന്നു പോകരുത്. അദ്ദേഹത്തിന്റെ അന്ത്യകൽപ്പനയിലെ അഭിലാഷം ഒരുപക്ഷെ മോശയെ പോലെ തന്നെ അദ്ദേഹത്തിന് അന്ത്യത്തിൽ എത്താൻ കഴിയില്ല എന്ന് നാം വിശ്വസിക്കണം. മോശയ്ക്ക് ഈ ജനത്തെ നയിച്ചുകൊണ്ട് 40 വർഷം മരുഭൂമിയിലൂടെ നടന്നുപോയെങ്കിലും കനാൻ ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞില്ല എന്നൊരു പരിഭവം, സങ്കടം ഉണ്ടാകും. അതേ തരത്തിൽ പരിശുദ്ധനായ തിരുമേനിയും സ്വാതന്ത്ര്യത്തിന്റെ വലിയ പോരാട്ടം നടത്തി സഭയിൽ കാതോലിക്കയെ സ്ഥാപിച്ചു. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്നാൽ ഈ സഭ ഒന്നായി കാണണം എന്നുള്ള അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പൂവണിയാൻ പിന്നെയും കുറെ വർഷങ്ങൾ വേണ്ടി വന്നു. ഏതാണ്ട് 24 വർഷത്തിന് ശേഷമാണ് 1958 ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം പിന്നീട് ഉണ്ടാവുന്നത്. കൂടാതെ അദ്ദേഹം എഴുതി വെച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അതും അദ്ദേഹത്തിന്റെ കാലത്ത് പാസാക്കി എടുക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കാലം ചെയ്ത ശേഷം 8 മാസങ്ങൾ കഴിഞ്ഞാണ് മലങ്കര സഭയുടെ ഈ ഭരണഘടനയും പാസാക്കി സഭയിൽ അത് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്താകും ഇതിന്റെ ഫലമെന്നോ റിസൾട്ട് എന്താകുമെന്നോ ഒന്നും ചിന്തിക്കാതെ നിഷ്കാമ കർമ്മത്തിനായി തന്നെ പ്രതിഷ്ഠിച്ച ശക്തനായ ഒരു പോരാളി. അദ്ദേഹത്തിന്റെ സ്മരണയുടെ തണലിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, this is not only a commemoration, this is a reminder also. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. നമുക്കും ഈ പാത പിന്തുടരേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സഹനത്തിന്റെ വലിയ ആ പാത നാം പിന്തുടരേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ നമ്മുടെ ഭാരത സഭയ്ക്ക് ദൈവത്തിന്റെ കുറവുകളായിരിക്കും ഇതുവരെയുള്ള സഹനമൊന്നും അതിജീവിക്കേണ്ടി വന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞായറാഴ്ച ട്രിപ്പോളിയിൽ ലിബിയയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ 20 ചെറുപ്പക്കാരെ നേരത്തെ നിർത്തി കഴുത്ത് കണ്ടിച്ചെടുത്തു. അവിടെ ഇപ്പൊ പുതിയതായിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഐക്കൺ നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവുന്നത് അതിലൊരു അർത്ഥം ഉണ്ടായിരുന്നതാണ്. 21 പേരെ കൊന്നവരിൽ 20 പേർ വെളുത്തവരും ഒരാൾ കറുത്തവരുമായിരുന്നു. 20 പേരെ കൊല്ലാനായിട്ട് തലേ ദിവസം IS തീവ്രവാദികൾ അവർക്ക് അന്തിമമായിട്ട് ഒരു ആജ്ഞ കൊടുത്തു. നിങ്ങൾ കർത്താവായ യേശുവിനെ തള്ളി പറയുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ ഇട്ടേക്കാം. ഈ 20 പേരും സുവിശേഷകന്മാരോ അച്ഛന്മാരോ തിരുവിമാരോ ആരുമായിരുന്നില്ല. അവർ കേവലം ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന സാധാരണ കൂലിപ്പണിക്കാരായ മനുഷ്യരാണ്. അവർ പറഞ്ഞു, കഴുത്ത് വേണേ പൊക്കോട്ടെ, യേശുവിനെ തള്ളി പറയുകയായി. 20 പേരെ കൊല്ലാൻ തയ്യാറാക്കി നിർത്തിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ട ആഫ്രിക്കക്കാരനായ ഒരു കാർഡിയൻ സിറ്റിസൺ, ഒരു മാത്യൂസ് പറയുന്ന ആള് ഓടി വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ മരിക്കാമെന്ന് പറഞ്ഞ് മരണം ഏറ്റുവാങ്ങിയതായി ഇന്നലത്തെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചു. 20 പേരുടെ കൂടെ 21ാമനായി ഒരു കറുത്തവനും. ഇന്നലെ ഇറങ്ങിയ ഐക്കണകത്ത് ഏറ്റവും സെന്ററിൽ ഈ കറുത്തവന്റെ പടം കൂടെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. മത്സരമുള്ളവരെ, സഹനത്തിന്റെ പാതയിൽ നമുക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക്, ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതുവരെ ജീവനോളം എതിർത്ത് നിൽക്കേണ്ട ഗതികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സന്നിഗ്ധഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുവാൻ ഈ പിതാവിനെ പോലെ, പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെ പോലെ ജീവനെ പണയം വെച്ചുകൊണ്ടും ഈ സഭയെ സേവിക്കുവാനും ഈ സഭയുടെ അഭിമാനം കാത്തുരക്ഷിക്കുവാനും നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമ്മോട് തന്നെ ഈ പരിശുദ്ധ പിതാവിന്റെ അനുഗ്രഹീതമായ സ്മരണ നമുക്ക്
ഒരു വലിയ കോട്ടയാവട്ടെ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അനുഗ്രഹങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ. ഈ സഭയിൽ കൂടുതൽ ശാന്തിയും സമാധാനവും വിടർന്നു വരുവാൻ തക്കോണം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഈ പരിശുദ്ധ പിതാവിനെ ഓർമ്മയോടനുബന്ധിച്ച് ഈ അനുസ്മരണ പ്രസംഗം നടത്തുവാൻ തക്കോണം അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട MC കുര്യാക്കോസച്ചനോടും ബന്ധപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം